രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ താഴ്ത്തിക്കളയണം എന്ന് വിചാരിച്ച് അതേ പൊസിഷനിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ സപ്പോർട്ട് ഉണ്ടായിരുന്നതും കൊണ്ടും ആവാം. ഒരു അസംഷൻ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പരാതികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. പക്ഷെ ജനങ്ങളുടെ മനസ്സിലെ പൊന്നോമനയായ അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു നേതാവിന്റെ മറ്റൊരു ഫേസ് നമ്മൾ കാണുന്നു. ഇത്ര ക്രൂരമായിട്ടുള്ള വൈൽഡ് സെക്സ് ചെയ്യുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്കൊരു പ്രോബ്ലം വന്നാൽ മീഡിയയ്ക്കൊക്കെ അതൊരു വാർത്തയാണ്. ഇപ്പൊ ഈ ദീപകിന്റെ കേസിൽ പോലും അതൊരു സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ആയതുകൊണ്ടല്ലേ ഇത്രയും പേര് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ എത്ര പേരത് അറിയും. അത് നേരും സത്യത്തിന്റെ രീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ള നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്. ഒരാൾ തെറ്റ് ശരിയെന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ മെന്റൽ ലെൻസ് വെച്ചിട്ടാണ്. അയാൾക്കൊരു ഭയം വരാൻ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊന്നും ഒതുങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, സ്വഭാവം മാറാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ വീണ്ടും പോയിട്ട് ആ കുട്ടി ഇപ്പൊ തേനീച്ചക്കൂടി പോയി വീണ്ടും പോയി കുത്തി, ഞാൻ എല്ലാം പ്രൊട്ടക്റ്റഡ് ആയി, ഞാൻ വീണ്ടും പോയി തേനീച്ചക്കൂടി പോയി കുത്തുന്ന പോലെ. അത് തേനീച്ച വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുത്തേക്കാതെ കുത്തുക എന്നുള്ളത് തേനീച്ചയുടെ ഒരു സ്വഭാവമാണ്. മേ ബി അയാള് വീണ്ടും അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വെച്ചോ. എന്ന് വെച്ചാല് അയാൾക്കൊരു സമൂഹത്തിലൊരു മാന്യമായിട്ടൊരു മുഖം അല്ലെങ്കിൽ ആ ഫേസിൽ പൊക്കോണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അയാള് ഈ ഒരു ഫേസ് വെച്ച് സൈഡിൽ കൂടി ഇതേപോലെ അബ്യൂസ് ഇപ്പൊ ആ കുട്ടിയെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഓരോരോ കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പല ക്രൈം സ്റ്റോറീസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ആരും അങ്ങനെ സംശയിക്കത്ത പോലുമില്ല ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ചിലപ്പോൾ മേ ബി ആ ഒരാൾ തുറന്നു പറയുമ്പോഴായിരിക്കും ഇയാളുടെ വിക്ടിംസ് എല്ലാം തുറന്നു പറയുന്നത്. മിക്ക കേസുകളിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടം കേസിലായിരിക്കും. ഒരു വിക്ടിം എന്ന് വെച്ചാൽ വിക്ടിം പോലും ആയിരുന്നില്ല. ആ ആക്ട്രസ് ആയിട്ടുള്ള റിനി ആൻഡ് ജോർജ് ഒരു പരാമർശം പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു യുവ നേതാവ് ഇങ്ങനെ മെസ്സേജ് ചെയ്യും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും സൈബറിടം ഫുള്ളും ഏതായിരിക്കും യുവ നേതാവ്, അടുത്ത കാലത്ത് ആരാണ് ജയിച്ചത്, നോക്കി രാഹുൽ മാങ്കൂട്ടം. ഒരു അസംഷൻ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പരാതികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. പിന്നെ അയാൾക്കെതിരെ വന്നിട്ടുള്ള ഓരോ പരാതികളും കാണുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ ഈ പറയുന്ന പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്ക് അറിയായിരിക്കാം. പക്ഷെ ജനങ്ങളുടെ മനസ്സിലെ പൊന്നോമനയായ അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു നേതാവിന്റെ മറ്റൊരു ഫേസ് നമ്മൾ കാണുകയാണ്. ഇത്ര ക്രൂരമായിട്ടുള്ള വൈൽഡ് സെക്സ് ചെയ്യുന്ന, സ്ത്രീകളെ സെക്സിന് ശേഷം ഇങ്ങനെ വലിച്ചെറിയുന്ന അങ്ങനെ ഒരു ആ ഒരു ഫേസ് കാണുകയാണ്. അതിന് തുടക്കം ഇട്ടത് ആ ഒരു സ്ത്രീയുടെ ഒരു ചെറിയൊരു പരാമർശം മാത്രമാണ്. എനിക്ക് ചില കേസുകളിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ തുറന്നു പറയുന്ന സമയത്ത് ആ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന അത്തരം ഈ ഉത്തമ പുരുഷോത്തന്മാരെയൊക്കെ തുറന്നു കാണിക്കാൻ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം വരുമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇനി ഇരകൾ ഉണ്ടാവുമായിരിക്കും. അതല്ല, അത് റിനി അത് തുറന്നു പറഞ്ഞുകൊണ്ടോ ഒന്നും മാത്രമല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ താഴ്ത്തിക്കളയണം എന്ന് വിചാരിച്ച് അതേ പൊസിഷനിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ സപ്പോർട്ട് ഉണ്ടായിരുന്നതും കൊണ്ടും ആവാം. അല്ലാതെ ഒരിക്കലും ഒരു നല്ല ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എഫക്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടാ ഇവൻ ഗ്രോ ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ. ചിലപ്പോൾ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഗ്രോ ചെയ്ത് അങ്ങനെ അങ്ങ് പോവണ്ട, ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിടിച്ചു പൊക്കിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു സ്രോതസ് പുറകിലുണ്ടാവണം. എന്നാൽ മാത്രമാണ് പല വിക്ടിംസും തുറന്നു പറഞ്ഞാൽ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്നോ രണ്ട് കൂട്ടുകാരിയോട് വിളിച്ചു പറഞ്ഞാലും ഒന്നും ഇത് വൈറലാവില്ലല്ലോ. ഇത് റിയാലിറ്റി ആയിട്ടോ ഞാൻ പറയുന്നത്. വൈറലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നശിപ്പിക്കണം എന്നുള്ളൊരു അജണ്ട ഒരു സൈഡിലുണ്ടാവാം. മേ ബി ഇവര് അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇയാളെ നശിപ്പിച്ച് കളയണം എന്നുള്ളത് ഒരു ഇതുണ്ടാവാം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയപ്പോഴാണ് ആൾക്കിട്ട് പണി കിട്ടിയത്. അങ്ങനെ എല്ലാ കേസിലും അത് ഉണ്ടാവണമെന്നില്ല അല്ലേ. ഇപ്പൊ കുറച്ചു പേര് ഇപ്പം അപ്പൊ അവരെന്ന് പറഞ്ഞാലും ആരാണെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്കൊരു പ്രോബ്ലം വന്നാൽ മീഡിയയ്ക്കൊക്കെ അതൊരു വാർത്തയാണ്. അവരുടെ എല്ലാം ചാനൽ ചർച്ചകളായി, എല്ലായി, നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി. ഇപ്പൊ ഈ ദീപകിന്റെ കേസിൽ പോലും അതൊരു സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ആയതുകൊണ്ടല്ലേ ഇത്രയും പേര് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ എത്ര പേരത് അറിയും. അല്ലെങ്കിൽ ആളുടെ ഫാമിലിയിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തു, അപ്പൊ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾ മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ചു. എത്ര പേര് ഡിസ്കസ് ചെയ്യും?
ശരി, അങ്ങനത്തെ ഒരുപാട് കേസസ് നമ്മുടെ ചുറ്റുപാട് തന്നെ നടക്കുന്നു. ദൂരം ദിവസേന നടക്കുന്നുണ്ട്. നമുക്ക് മനോവിഷമം. ഇത് സോഷ്യൽ മീഡിയ വന്നു, ഇത്രയും ചാനൽസ് ഏറ്റെടുത്തു, അതിനെ ഘോഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഓരോ വ്യക്തികളിലും കുറേ നല്ലതും ചീത്തയുണ്ട്. അതിൽ ഇപ്പോൾ അയാൾ സെക്ഷുവലി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ അങ്ങനത്തെ ഫാൻറ്റസീസും കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം. മറ്റുള്ള തലത്തിൽ ചിലപ്പോൾ ലീഡർ എന്നുള്ള നിലയിൽ വേറെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരാൾ നല്ലത് ചീത്ത എന്നൊന്നും ഒരു കാര്യത്തിലും നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. ചില ഏരിയാസിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറയട്ടെ, നല്ലൊരു നേതാവായിരിക്കുന്ന ആൾ ചിലപ്പോൾ നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇല്ല. ഇപ്പം ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു അച്ഛനും ഭർത്താവും ആവാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടാവോ? ഇല്ല. കാരണം അവരുടെ കുഞ്ഞുങ്ങളുടെ ബാല്യം കാണാനോ ഒരു അച്ഛൻ പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങൾ പകർന്നു കൊടുക്കാനോ കിട്ടിയിട്ടുണ്ടാവോ? ടൈം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഇന്നത്തെ പോലത്തെ നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എവിടെയാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തൊന്നും അതില്ല. അപ്പോൾ ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും അവർ കണ്ടുമുട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയണതെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു ഇപ്പോൾ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ നല്ലതായിരിക്കാം, പക്ഷെ ഫാമിലി മാൻ എന്നുള്ള നിലയിൽ ലോസ്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഫാമിലിയിൽ ഭയങ്കര നല്ലതായിരിക്കാം, അയാളുടെ പ്രൊഫഷണൽ അയാൾ അട്ടർ ഫെയിലിയർ ആയിരിക്കാം. ആ പ്രൊഫഷനിൽ വിജയിക്കാനുള്ള ഒരു സ്കില്ലും അയാളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ വ്യക്തികളിലും ഈ നല്ല വശവും ചീത്ത വശവും ഉണ്ട്. ചില വശങ്ങൾ ഇപ്പം ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. തെറ്റ് തന്നെയാണ്. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ആ കുട്ടികൾ ആരൊക്കെ അബ്യൂസ് ആയിട്ടുണ്ടോ, അവർ ഇരയായിട്ടുണ്ടോ, അത് വളരെ തെറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം അത് തെറ്റാവുന്നത് അതുപോലൊരു നേതൃത്വ രീതിയിൽ നിൽക്കുന്ന ആൾ അത് ചെയ്യുന്നതിലാണ് തെറ്റ് വരുന്നത്. കാരണം അവർ ഒരുപാട് ആളുകൾക്ക് റോൾ മോഡൽ ആവേണ്ട ആളുകളാണ്. അപ്പോൾ ആ നിരയിൽ നിൽക്കുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തിലേക്ക് ആഡായി വരേണ്ട ഒരു ക്വാളിറ്റിയിലും കൂടെ ഒന്നാണ് നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളത്. ആ വ്യക്തിത്വത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തികൾ അയാളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അയാളുടെ പ്രതിച്ഛായ നശിച്ചു പോയത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാം നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നല്ല മൂല്യങ്ങളിലും എവിടെയൊക്കെ ബൗണ്ടറി വെക്കണം എന്ന് മനസ്സിലാക്കുകയും അത് നേരും സത്യത്തിൻ്റെ രീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ള നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്? വളരെ പെർസെൻറ്റേജ് കുറവാണ്. നമ്മൾ എത്ര പ്രശസ്തനായ ആൾക്കാരെ എടുത്തോ, എത്ര ഇതായിട്ടുണ്ടോ, അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു പബ്ലിക് ഫേസ് ഉണ്ടാവും അല്ലേ? അവർക്ക് അവരുടെ ഒരു ഫാമിലിക്ക് ഒരു ഫേസ് ഉണ്ടാവും. അയാൾക്ക് പേഴ്സണലി അയാൾക്ക് വേറൊരു മുഖം ഉണ്ടാവും. ഇതിലെല്ലാത്തിലും ഒരേ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൊണ്ടുവരുവാണെങ്കിൽ അയാൾ ഒരു അടിപൊളി ആളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ സൂപ്പറായിരിക്കും. അല്ലാത്ത തലങ്ങൾ അവരുടെ ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ അയാൾക്കൊരു ഇതുണ്ടാവും. അങ്ങനെ ഓരോരോ ഏരിയയിലും അയാൾക്ക് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ടാവും. നമ്മൾ കോൺവെർസേഷൻസ് പോലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര നല്ല ഒരു അപ്പനും നല്ല ഇതുമായിട്ടായിരിക്കും നിൽക്കുക, പക്ഷെ അവർക്ക് വേറൊരു ഫേസ് ഉണ്ടാവുക. അത് ചിലപ്പം നമ്മൾ സിനിമകളിലൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു അല്ലേ? നല്ല അച്ഛനും സ്നേഹമുള്ള ഭർത്താവുമായിട്ട് നിന്നിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നെന്ന് അറിയുക. എത്രയോ മലയാള സിനിമകളിൽ അത് എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും പല പല ഫേസുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു നേതൃത്വത്തിലേക്ക് വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു നേതാവാകുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. ഇപ്പം നമ്മളിൽ പല പല ഡിസയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഡിസയേഴ്സ് ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യേണ്ട. ഇങ്ങനെ ഇപ്പം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ആളുകളും നമ്മുടെ സപ്പോർട്ടിന് വരണമെന്നുണ്ടാവില്ല. ചിലത് നമ്മളുടെ പണിക്കുള്ള ആളുകളുണ്ടാവും, നമുക്കിട്ടൊരു പണി തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ കൃത്യമായ യെസും നോയും പറയാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം നമുക്കിപ്പോൾ പറയണതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരാളായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നേക്കാൾ നല്ലത് എവിടെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ നേതാവായിട്ട് വരുമ്പോൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റിയൽ ഉദ്ദേശമെങ്കിൽ നമ്മളതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെന്നുള്ള വ്യക്തിയിലും ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഓരോ വ്യക്തിയും. അപ്പം ഞാൻ ഇതാന്ന് പറയുന്നേക്കാൾ നല്ലത് ഞാൻ ഇനി അടുത്ത തലത്തിലേക്ക് എന്നെ എങ്ങനെയാണ് ആളുകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നും കൂടെ ഒരു ചോദ്യമുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് ആവാനായിട്ട് എന്നിൽ കുറേ മാറ്റങ്ങൾ വേണമെങ്കിൽ ഞാൻ ആ മാറ്റത്തിന് തയ്യാറാവണം. അപ്പോൾ കേസിൽ നിന്ന് വന്നിട്ട് നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഒരു സെൽഫ് നമ്മൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്, അപ്ഗ്രേഡ് ചെയ്യുക. അതെ, ഇപ്പം നമ്മുടെ ഫോൺ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കൂലോ. അത് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ, അത് അനിവാര്യമാണ്. ചിലപ്പം ചില പൊസിഷനിൽ എത്തുമ്പോൾ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും.
ചില പൊസിഷനിൽ എത്തുമ്പോൾ നമ്മുടെ ചില ദുശീലങ്ങൾ മാറ്റേണ്ടി വരും. വളരെ മോശം ക്യാരക്ടർ ആയിരിക്കും അത് മാറ്റിക്കളയേണ്ടതായിട്ട് വരികയാണെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ഒരു കറേജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യക്തിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ വ്യക്തികളിലും നല്ലതും മോശവും ഒക്കെ ഉണ്ട്. അത് മോശമാണെന്നും അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുക. അല്ലാണ്ട് ഒരാൾ തെറ്റ് ശരിയെന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ മെൻ്റൽ ലെൻസ് വെച്ചിട്ടാണ്. അപ്പം എനിക്കതിൽ വലിയ തെറ്റ് തോന്നാത്ത കാര്യത്തിൽ ചിലപ്പോൾ ആതിര തോന്നുമ്പോൾ തെറ്റാന്ന് തന്നെ എൻ്റെ അടുത്ത് പറയും. ആതിര ശരിയെന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ഞാൻ പറയും അത് അങ്ങനെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു തരും. അത് നമ്മൾ രണ്ടും തെറ്റും ശരിയായിട്ടല്ല, നമ്മുടെ വീക്ഷണങ്ങളുടെ പ്രശ്നമാണ്. നമുക്ക് ലോകാറിവുകളും നമ്മൾ ഒരുപാട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ വളരെ കുട്ടിയായിട്ട് എൻ്റെ അച്ഛയുടെ അമ്മയുടെ തണലിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു നിജയുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യും, പല പല ആളുകളുടെ ജീവിതത്തിലും പല പൊസിഷനിലുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യും, സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന പല ആളുകളുടെ മൈൻഡ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അനുഭവ സമ്പത്തുണ്ട്. അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഈ മനസ്സിൻ്റെ മേഖലയിലേക്ക് കടന്നപ്പോൾ, ഞാൻ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റർലി ആ പഴയ നിജയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എൻ്റെ വീക്ഷണങ്ങൾ മാറി, ഞാനൊരു കാര്യത്തെ ഉൾക്കൊള്ളുന്ന രീതി മാറി, എത്ര തെറ്റ് ചെയ്ത ഒരാളും എൻ്റെ അടുത്ത് വന്നത് ഷെയർ ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കുന്ന രീതി മാറി, ഒക്കെ മാറി. അപ്പം എൻ്റെ ലെൻസ് വേറെയല്ലേ. എല്ലാവരും ലെൻസുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, ഇത്രയും നമ്മൾ കുറച്ച് സെൻസേഷണൽ വിഷയങ്ങൾ സംസാരിച്ചു, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശത്തിലൂടെ ഇങ്ങനെ പോയതായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് ഡോക്ടർ നമുക്ക് ഷെയർ ചെയ്തത്. വളരെയധികം നന്ദി. താങ്ക് യു.